തൃശൂർ പടിഞ്ഞാറേച്ചിറയും പരിസരവും ലഹരി മാഫിയയുടെ പിടിയിലാണെന്ന് പ്രദേശവാസികൾ. ചിറയിൽ മദ്യക്കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നതിൽ നടപടി വേണമെന്നും തെക്കേമഠം റെസിഡൻസ് അസോസിയേഷനും ബ്രഹ്മസ്വ മഠവും തെക്കേമഠവും ആവശ്യപ്പെട്ടു. ബ്രഹ്മസ്വ മഠം, നടുവിൽ മഠം, തെക്കേമഠം എന്നീ 3 മഠങ്ങളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പടിഞ്ഞാറേച്ചിറയും പരിസരവും. എന്നാൽ ഈ കാണുന്നതാണ് ചിറയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടമായി ചിറ മാറി. കൂടാതെ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ലഹരി മാഫിയ ഈ ചിറയുടെ പരിസരം കൈയടക്കിയതായും ലഹരി വിൽപ്പന ഇവിടെ നടക്കുന്നതായും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. നമ്മുടെ പടിഞ്ഞാറേച്ചിറ റോഡിൽ 1ാമത് 2ാമത് ലഹരി മാഫിയാണ് ഇവിടെ ഫുള്ള്. ഞങ്ങൾക്ക് തന്നെ വരെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടെ ചുരുങ്ങിയത് ഒരു 60 വയസ്സിന് മീതിയുള്ളവരാണ് മിക്കവരും. എല്ലാവരും 2 നേരം അമ്പലങ്ങളിൽ പോകുന്നവരാണ്. ഇവിടെ വെളിച്ചമില്ല. അതേപോലെ ഞങ്ങൾക്ക് ഒരു 6 മണിക്ക് കഴിഞ്ഞ് ഈ വഴിക്ക് ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല. അതുപോലെ MG റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വണ്ടി വരാണെങ്കിൽ 2 ഭാഗത്ത് വണ്ടികളും നിറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഭാഗക്കാർക്ക് അങ്ങോട്ട് നടക്കാനോ ഇതിനൊന്നും അവിടെ സ്ഥലങ്ങളില്ല. 2 ഭാഗത്തും വർക്ക്ഷോപ്പും വണ്ടികളാണ് ഫുള്ള്. ഈ പടിഞ്ഞാറേച്ചിറ പണ്ട് വൈലോപ്പള്ളി മാഷ് എഴുതിയ കവിത പോലെ ഇപ്പോൾ കണ്ടാൽ കുളിച്ചിടണം എന്ന് തോന്നും. അത്രയ്ക്ക് വൃത്തികേടായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിട്ടാണ് മാറിക്കണത്. ആ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിൽ മുഴുവൻ തന്നെ ഇപ്പോൾ ഏത് നിമിഷവും വീഴാം എന്നുള്ള അവസ്ഥയിലാണ്. അകലെയുള്ള ആൾക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വേസ്റ്റ് മുഴുവൻ കൊണ്ടുവന്ന് വലിച്ചെറിയുന്നതായ സ്ഥലം ഈ പടിഞ്ഞാറേച്ചിറയാണ്. മദ്യക്കുപ്പി ഉണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റ് അതുണ്ടാവും. ഈ അടുത്ത ദിവസം അവിടെ ഡെഡ് ബോഡി അടക്കം വന്നിട്ടുണ്ട്. എങ്ങനെ വന്നു, എന്താ കഥ ഒന്നും നമുക്കറിയില്ല. ഇപ്പോൾ പടിഞ്ഞാറേച്ചിറ ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ദേശാടന പക്ഷികളുടെ സാന്നിധ്യമാണ്. ആയിരക്കണക്കിന് പക്ഷികളാണ് കുളത്തിലുള്ളത്. ഇപ്പോൾ ഈ 30ഓളം കുട്ടികൾ ഈ ജലാശയത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. പാരമ്പര്യമായ രീതിയിലുള്ള ഒരു വേദപാഠശാല ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ 2 നേരത്തെ കുളിയും സന്ധ്യാവന്തനവും എല്ലാം ഈ ജലാശയത്തിനെ ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കിണറുകളും ഈ ജലാശയത്തിലെ വെള്ളത്തിന് കണക്റ്റഡ് ആണ്. പ്രധാനമായി ഈ രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തള്ളുന്ന മാലിന്യം, അതാണ് ഒരു പ്രധാന പ്രശ്നം. കാരണം ഈ മാലിന്യം അടിഞ്ഞ് ഈ വെള്ളം കേടുവന്ന് കുട്ടികളെ, വേദപാഠശാലയിലെ കുട്ടികൾ ഇതിൽ കുളിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെയാണ്. പലർക്കും സ്കിൻ ഡിസീസ് ഉണ്ട്. തെരുവുവിളക്കുകൾ ഉണ്ടെങ്കിലും ചിലയിടങ്ങളിൽ കാടുമൂടി കിടക്കുന്നതിനാൽ ചിറയുടെ പല ഭാഗങ്ങളും രാത്രികാലങ്ങളിൽ ഇരുട്ടിലാണ്. രാത്രിയുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും ആരോപണമുണ്ട്. ഒരു ലൈറ്റും മര്യാദയ്ക്ക് കത്തുന്നില്ല. ഒരു മിന്നാമിൻ്റെ വെളിച്ചം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായ കാരണം കാറുകൾ സ്റ്റോപ്പ് ചെയ്ത്, ബൈക്കുകൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ലഹരി മരുന്നുകളുടെ വിപണനമാണ് അവിടെ നടക്കുന്നത്. നമ്മൾ പലതവണ പരാതികൾ ഇതിൽ പല സ്ഥലത്തും കൊടുത്തു. പിന്നെ റോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, കുറേ റോഡ് ഹമ്പിട്ട പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പകുതി ഭാഗത്ത് കൺസ്ട്രക്ഷൻ നടന്നിട്ടില്ല. KNSSൻ്റെ മൂലയ്ക്ക് ഒരു 25 ദിവസം മുമ്പ് ഒരു ഡെഡ് ബോഡി പൊന്തിയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു പയ്യൻ കുളത്തിലേക്ക് എത്തിച്ചു നോക്കിയപ്പോൾ കാണുകണ്ടത്. അന്നപ്പോൾ 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് വന്നു. ഹൈമാസ് ലൈറ്റ് വരുന്നൊക്കെ പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല. പല സ്ഥലത്തും കുളങ്ങളൊക്കെ സംരക്ഷിച്ച് ചുറ്റും നടവഴിയൊക്കെ ഇട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആയാൽ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ലഹരി മരുന്നുകാർ ഈ കുളത്തിന് ചുറ്റുമായിട്ടുള്ള മരങ്ങളുടെ മുകളിലും മറ്റും ഇരുന്നിട്ട് ആ കച്ചവടം നടത്തുന്നുണ്ട്. കുളം നന്നാക്കിയാലേ ഈ പ്രദേശത്ത് നന്നായുള്ളൂ. ഈ കുളത്തിൻ്റെ വെള്ളം കൊണ്ടാണ് ബാക്കി പ്രദേശങ്ങളിൽ കിണറുകളിലും കുളങ്ങളിലൊക്കെ വെള്ളം വരുന്നത്, നീർച്ചാലുകൊണ്ടാണ്. ലഹരി മാഫിയയും സാമൂഹ്യ വിരുദ്ധരും പടിഞ്ഞാറേച്ചിറ പരിസരം കൈയടക്കിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണെന്ന് മാത്രമല്ല, CCTV ക്യാമറകളും ഹൈമാക്സ് ലൈറ്റുകളും ഇവിടെ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. തൃശൂർ നഗരമധ്യത്തിലെ പടിഞ്ഞാറേച്ചിറയും പരിസരവുമാണ് ഇപ്പോൾ ലഹരി മാഫിയയുടെ താവളമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നടപടി വേണമെന്നും പടിഞ്ഞാറേച്ചിറ നവീകരിക്കണം എന്നതുമാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ ഷിബി പോട്ടോരിനോടൊപ്പം ശ്രീകേഷ് വെള്ളായൻകര, TCB ന്യൂസ്.